നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം ഏതാണ്ട് 3 കൊല്ലം വരെ നീണ്ടു നിന്നു എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഉടനെ വിശ്വസിച്ച ചില ആളുകളുടെ പേരും പറഞ്ഞിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സുബൈർ ബിൻ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, തൽഹത്ത് ബിൻ ഉബൈദില്ല, സഅദ് ബിൻ അബി വക്കാസ്, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്, ഉസ്മാൻ ബിൻ മദ്ഊൻ, അർഖം ബിൻ അബിൽ അർഖം, അബൂ സലമത്ത് ബിൻ അബ്ദുൽ അസദ് തുടങ്ങിയുള്ള ആളുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം നല്ല ഒരു പ്രബോധകനായി കൂടി രംഗത്ത് വരികയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അദ്ദേഹം കൈക്ക് ചില ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനികളാണ് ജാഫർ ബിൻ അബി താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനായിട്ടുള്ള ജാഫർ, അസ്ലം, അതുപോലെ സഈദ് ബിൻ സയ്യിദ്, ഉമൈർ ബിൻ അബി വക്കാസ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, ഖാലിദ് ബിൻ സഈദ്, നുഐം ബിൻ നഹാം. പിന്നെ കുറേ അടിമകളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്ക് ഇസ്ലാമിലേക്ക് വരുന്നത്. ആമിർ ബിൻ ഫുഹൈറ, ബിലാൽ ബിൻ റബാഹ്, അമ്മാർ ബിൻ യാസിർ, സുഹൈബുർ റൂമി, മിഖ്ദാദ് ബിൻ അംർ. അതുപോലെ സ്ത്രീകളിൽ ഫാത്തിമ ബിൻതുൽ ഖത്താബ്, അസ്മാ ബിൻതു ഉമൈസ്, മറ്റൊരു അസ്മ, തമീമി വംശ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു അസ്മ ഉണ്ട്. അതുപോലെ ഫാത്തിമത്ത് ബിനുൽ മുജല്ലിൽ, ഫുഖൈഹത്ത് ബിൻത് യസാർ, സുമയ്യ, അമ്മാറിൻ്റെ മാതാവായിട്ടുള്ള സുമയ്യ, അതുപോലെ റംല ബിൻത് അബി ഔഫ് തുടങ്ങിയുള്ളവരൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൈക്കാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏതാണ്ട് ഈ ഘട്ടത്തിൽ ഈ പുതിയ മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സംഗതിയെ സംബന്ധിച്ച്, ഇസ്ലാമിൻ്റെ ഈ തുടക്കം, അതിൻ്റെ ആവിർഭാവം, അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഈ സംഗതി, ഇതൊക്കെ ഖുറൈശികൾക്കിടയിൽ ചർച്ചാവിഷയമാവുന്നുണ്ട്. ചർച്ചാവിഷയമാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കതിൽ അങ്കലാപ്പുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും അവർ വേണ്ടത്ര കർക്കശമായിട്ടുള്ള നിലപാട് സമയത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം പറയുന്നത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന ചില ആളുകൾ, ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ചില ആളുകളും ഇതുപോലൊക്കെ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ ഏകദൈവ വിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഖുറൈശികൾക്കറിയാം. ഉമയ്യത്ത് ബിൻ അബി സൽത്ത്, സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, ഉസ്മാൻ ബിൻ ഹുവൈരിസ്, ഇവരാണ് ഈ ആളുകൾ. അതുപോലെ വറക്കത്ത് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ പ്രഖ്യാപിക്കുകയും നബിയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വറക്കത്ത്, അദ്ദേഹം ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ 3-4 ആളുകൾ ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അത് മക്കയിൽ വലിയൊരു ചലനമൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദിൻ്റെ ഈ പ്രവർത്തനവും അല്പസ്വല്പമൊക്കെ അവർക്ക് അങ്കലാപ്പുണ്ടെങ്കിൽ പോലും അത്ര വലിയൊരു ചലനം സൃഷ്ടിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അവർ വല്ലാതെ ഇസ്ലാമിനെ എതിർക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിച്ചതിൻ്റെ തൊട്ടുടനെ തന്നെ നബിയോട് നമസ്കരിക്കാൻ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന, പുതച്ചു കിടക്കുന്ന മനുഷ്യ എഴുന്നേറ്റ് നമസ്കരിക്കണം. അത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് അവിടെ പറയണമെങ്കിലും ഈ നമസ്കാരത്തിൻ്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ അറിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അങ്ങനെ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരത്തിൻ്റെ ക്രമം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും ആദ്യത്തിൽ ഒന്നിച്ച് നമസ്കരിക്കുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു എന്താണിത് എന്ന് അന്വേഷിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ പുതിയ ആളുകൾ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ ക്രമം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇസ്ലാമിലെ 5 നേരത്തെ നമസ്കാരം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കേണ്ടുന്ന
5 നേരത്തെ നമസ്കാരം ഈ ഘട്ടത്തിൽ നിർബന്ധമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് പിന്നീടാണ് നിർബന്ധമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഉള്ള നമസ്കാരത്തിൻ്റെ രീതി എന്തായിരുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ പോലും നമസ്കാരത്തിൻ്റെ ഇന്നുള്ള രീതി തന്നെ ആയിരിക്കണം അന്നും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ആ നമസ്കാരം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാവുന്നത് വരെ തുടർന്നു വന്നിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സ്വന്തം നമസ്കരിക്കുക മാത്രമല്ല, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള തൻ്റെ അനുയായികളെ ഈ ഇസ്ലാമിൻ്റെ കൂടുതൽ ശിക്ഷണങ്ങൾ നൽകി അവിടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരിൽ നമസ്കാരം അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്നതിൻ്റെ രീതി അവിടെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് എന്താണ് മാർഗം? പരസ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഖുറൈശികൾ ഒരിക്കലും അവരെ വിടുകയില്ല. ഇപ്പോൾ തന്നെ മുറുമുറുപ്പുണ്ട്. ഇനി അങ്ങനെ ഒരു സംഗതി കൂടി പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒച്ചപ്പാടിനും അതുപോലെ തന്നെ ആളുകളെ ഖുറൈശികൾ മർദ്ദിക്കാനും ശല്യം ചെയ്യാനും ഒക്കെ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് സഫാ കുന്നിൻ്റെ ചരുവിലുണ്ടായിരുന്ന സെയ്ദ് ബിൻ അർക്കമിൻ്റെ വീടാണ്. സെയ്ദ് ബിൻ അബി അർക്കം, സെയ്ദ് ബിൻ അബി സെയ്ദ്, അതായത് അർക്കമിൻ്റെ വീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഈ ചെറുപ്പക്കാരൊക്കെ ഒറ്റക്കും തെറ്റക്കുമായിട്ട് ഇവിടെ വന്ന് ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൂടുതൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നൽകും. അവരോടൊന്നിച്ച് നമസ്കരിക്കും. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് തർബിയത്ത് ശിക്ഷണം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരാണ് ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് മറ്റൊരു സംഭവം. അഫീഫ് എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടുള്ള പിന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിവരിച്ചതായിട്ട് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു നല്ല കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഹജ്ജ് കാലത്ത് മക്കയിൽ ചെന്നു. കാരണം മക്കയിൽ ആ കാലത്ത് ഹജ്ജിൻ്റെ കാലത്താണ് കച്ചവടക്കാർ വരിക. എന്നിട്ട് അവിടെ 2-3 ചന്തകളുണ്ട്. ആ ചന്തകളിലാണ് ഇവർ ചരക്ക് വിൽക്കുക. ഈ ഘട്ടത്തിൽ തന്നെയാണ് അറബികളിലെ സാഹിത്യകാരന്മാർ, കവികളും മറ്റുമൊക്കെ അവിടെ സമ്മേളിച്ചുകൊണ്ട് അവരുടെ പുതിയ കവിതകൾ അവതരിപ്പിക്കുന്നതും അങ്ങനെ ആ രംഗത്ത് മത്സരങ്ങൾ ഏർപ്പെടുത്തുന്നതുമൊക്കെ. അപ്പോൾ അഫീഫ് ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം ഹജ്ജ് കാലത്ത് മക്കയിൽ കച്ചവടത്തിന് വേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെടുന്നു. കാരണം അബ്ബാസ് അദ്ദേഹവുമായിട്ട് സുഹൃത്തുക്കളാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്നിട്ട് നമസ്കരിക്കുന്നത്. അപ്പോൾ അഫീഫ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, ഇതെന്ത് ആരാധനയാണ്? അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അത് മുഹമ്മദാണ്, അദ്ദേഹം പ്രവാചകനാണ്, അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്, അദ്ദേഹം നമസ്കരിക്കുകയാണ് എന്ന് അഫീഫിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന് ഭാവിയിൽ കൈവരാനിരിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചു കൂടും പ്രവചിച്ചിട്ടുണ്ടെന്നാണ്. കൈസറിൻ്റെ അതായത് റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴടങ്ങുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ അത് മുസ്ലിങ്ങളുടെ കയ്യിൽ വരികയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ തന്നെ പ്രവചിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹത്തിൻ്റെ അഫീഫിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹായും നമസ്കരിക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവും നമസ്കരിക്കാൻ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ 3 ആളുകളാണിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജയും അലിയും.
എന്നിട്ട് പിന്നീട് അഫീഫ് ദുഃഖം പ്രകടിപ്പിക്കുകയാണ്, അന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നാലാമത്തെ ആളായിട്ട്, ഇസ്ലാം സ്വീകരിച്ച നാലാമത്തെ ആളായിട്ട് എനിക്ക് സ്ഥാനം കിട്ടുമായിരുന്നു. പക്ഷേ നിർഭാഗ്യത്തിന് അന്ന് എനിക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, ബുദ്ധി തോന്നിയില്ല. ഇപ്പോഴാണ് എനിക്കതിന് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്നത്തെ ആ അവസ്ഥയെ സംബന്ധിച്ച് പരിതപിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള നിലക്കാണ് അദ്ദേഹം ആ സംഭവം അനുസ്മരിക്കുന്നത്. ഇതോടുകൂടി അതായത് ഇസ്ലാം ഇപ്പോൾ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുദിനം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പണ്ടത്തെ പോലെ നേരത്തെ രംഗത്ത് വന്നിട്ടുള്ള നാൽവർ സംഘത്തെ പോലെയല്ല മുഹമ്മദിൻ്റെ ഈ പ്രവർത്തനങ്ങളെന്നും അത് ചില മാറ്റങ്ങൾ മക്കയിൽ ഉണ്ടാക്കുമെന്നുമൊക്കെ ഈ ഘട്ടത്തിൽ ഖുറൈശി നേതാക്കന്മാർ, പ്രമുഖന്മാർ അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എങ്ങോട്ടാണ് അവരുടെ പോക്ക്, അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അവർ നമ്മൾക്ക് എത്രമാത്രം ശല്യം വരുത്തി തീർക്കും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ ആളുകളെ നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ്. ഇപ്പോഴും വേണ്ടത്ര അവർ കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസമുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രഹസ്യ പ്രബോധനം, അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 10-70ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അതൊക്കെ മിക്കവാറും ചെറുപ്പക്കാരാണ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അടിമകളാണ്. കൂടുതൽ പ്രായമുള്ള ആളുകൾ എന്ന് പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഖുറൈശികൾ നിരീക്ഷിക്കുകയാണ്. പക്ഷേ അവർ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് സമാധാനപൂർവ്വം വേണമെങ്കിൽ അങ്ങനെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാവുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം പരസ്യമായിട്ട് ഖുറൈശികളുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച്, തൻ്റെ റിസാലത്തിനെ സംബന്ധിച്ചൊക്കെ അവിടെ പരസ്യമായിട്ട് പ്രബോധനം ചെയ്ത ആളുകളെ ക്ഷണിക്കുമ്പോഴാണ് ഖുറൈശികൾക്ക്, അവിടുത്തെ പ്രമുഖന്മാർക്ക്, നേതാക്കന്മാർക്ക് തന്നെയും അതിനെ സംബന്ധിച്ച് രംഗത്ത് വന്നുകൊണ്ട് ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനം കൈക്കൊള്ളാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം അവർ ഈ ഘട്ടത്തിൽ അടങ്ങി കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പിൽക്കാലത്ത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പല ആളുകളും ഈ ഘട്ടത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഇവരെ സൂചിപ്പിച്ചുകൊണ്ട് കൂടിയാണ് വിശുദ്ധ ഖുർആന് വസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് തൗബയിൽ പരാമർശം നടത്തിയിട്ടുള്ളത്. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ മഹത്വം വിളംബരം ചെയ്യാൻ അവിടെ ഖുർആൻ ചെയ്തിട്ടുള്ളത് എന്നതുകൂടി ഇത്തരുണത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ ആദ്യ ഘട്ടത്തിലെ അതിൻ്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ എന്നത് മാത്രമല്ല, അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായിട്ട് മാറിയിട്ടുള്ള ആളുകൾ കൂടിയാണ് ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വവും അത് ഖുർആൻ വകച്ചു കൊടുത്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകച്ചു കൊടുത്തിട്ടുണ്ട്, ചരിത്രവും അത് വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറ്റൊരു നിർദ്ദേശം വരുന്നത് വരെ ഈ രഹസ്യ പ്രബോധനം തുടർന്നു കൊണ്ടേ പോകുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.